ഹലോ എല്ലാവർക്കും വെസ്റ്റ് മീഡിയ ട്രാക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബയോസ്റ്റാറ്റിസ്റ്റിക്കിലെ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എൻ്റെ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റെ ഇക്വേഷനാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. 1 - 6 സിഗ്മ ഡി സ്ക്വയർ ബൈ n സ്ക്വയർ -1 ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ഞാൻ നേരെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻഡിവിജ്വൽ, ബിഫോർ, ആഫ്റ്റർ, ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഡി സ്ക്വയറും എൻ സ്ക്വയറും എൻ ഒക്കെയാണ് നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യമുള്ളത് ഇക്വേഷനിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഡി സ്ക്വയർ അതിന് മുന്നേ നമുക്ക് ഡി കണ്ടുപിടിക്കാം. ഡി കണ്ടിട്ട് ഡി സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഡി ആണ് 1 - 6 ആണ്. 1 - 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? 5 കിട്ടും അല്ലേ? -5 നമുക്ക് എഴുതാം. ഇപ്പോൾ മൈനസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഡി സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായാലും 5 പോവും. അപ്പോൾ അതേമാതിരി 6 - 8 2 ആണ്. 3 - 3 0. 9 - 2 എത്രയാണ്? അങ്ങനെ ഓരോ വാല്യൂസ് നമുക്ക് എഴുതാം. 7 5 -7 2 ആണ്. -2 അതേമാതിരി എല്ലാ വാല്യൂസും എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ടി സ്ക്വയർ ആണ് കാണേണ്ടത്. ടി സ്ക്വയർ കാണാനായിട്ട് ഓരോന്നിൻ്റെ സ്ക്വയർ ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 8 സ്ക്വയർ 64, 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 ആൻഡ് 9 3 സ്ക്വയർ 9 ആണ്. അപ്പോൾ ഇത് ചെയ്യാൻ ഇനി ഇതിന് നമുക്ക് ടോട്ടൽ കാണണം. ഓക്കെ, ഡി സ്ക്വയറിന് മാത്രം ടോട്ടൽ കണ്ടാൽ മതി. ഡി സ്ക്വയറിൻ്റെ ടോട്ടൽ കാണാം. ഓക്കെ, ഓരോ വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്ററിൽ നിന്ന് അടിച്ചു നോക്കിയിട്ട് നമുക്ക് ടോട്ടൽ കാണാം കേട്ടോ. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാൽക്കുലേറ്റർ കാണിക്കുന്നത്. ചില സമയത്തൊക്കെ കുട്ടികൾക്ക് കാൽക്കുലേറ്റർ അറിയില്ല യൂസ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ജസ്റ്റ് ഈ വാല്യൂസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ഡി സ്ക്വയർ കിട്ടി. ഇനി നമുക്ക് എൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇവിടെ ഇക്വേഷൻ ഒന്നും കൂടി എഴുതുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഡി സ്ക്വയർ നമുക്ക് കിട്ടി കഴിഞ്ഞു. 176 ആണ്. ഇനി എൻ കാണാൻ എങ്ങനെയാണ്? ജസ്റ്റ് 10 ആണ്. ജസ്റ്റ് ഓരോ വാല്യൂസ് എത്ര നമ്പർ ഉണ്ട് എന്ന് നോക്കിയാൽ മതി. 1 2 3 അങ്ങനെ എണ്ണി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ 10 ആണ്. 10 എഴുതാം. ഇനി ഈ വാല്യൂസ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇക്വേഷനിൽ. അപ്പോൾ ഓരോ വാല്യൂസായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ 10 × 10 സ്ക്വയർ -1 എന്ന് പറയുമ്പോൾ 100 - 1 ആണ്. അപ്പോൾ 1 - 100 6 × 176 നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എത്ര? 1056. ഓക്കെ, 1 - 1056 ഡിവൈഡ് ബൈ 990 ആണ്. 100 - 1 എന്ന് പറയുമ്പോൾ എത്ര? 99 അല്ലേ? ഓക്കെ, അപ്പോൾ 10 × 99 990. ഓക്കെ, അങ്ങനെയാണ് അത് കിട്ടിയത്. ഇനി അത് ജസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 0.066 ആണ് കിട്ടുക. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ. ഫസ്റ്റ് തന്നെ 1056 ഡിവൈഡ് ബൈ 990 ചെയ്തു. അത് ഈസിക്കൽ ടു അടിച്ചിട്ട് അതിൻ്റെ കൂടെ -1 ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഇതിൻ്റെ വേറൊരു മെത്തേഡിലുള്ള പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഞാൻ ഇവിടെ കാണിക്കട്ടെ. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട പ്രോബ്ലം അല്ല ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്പേഴ്സ് വരുമ്പോൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണിത്. ഇപ്പോൾ ഈ ഒരു റാങ്ക് ബിഫോറിലാണെങ്കിൽ ഇപ്പോൾ 3 2 പ്രാവശ്യം വരെ, 5 2 പ്രാവശ്യം വരെ, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ യൂസ് ചെയ്യേണ്ടതാണ്. അത് ഞാൻ ഈ ഒരു പ്രോബ്ലം അടുത്തൊരു പ്രോബ്ലം കൂടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ 10 കോമ്പറ്റേറ്റേഴ്സ് ഇൻ എ ബ്യൂട്ടി കോൺടെസ്റ്റ് ആർ റാങ്ക്ഡ് ബൈ 3 ജഡ്ജസ് ഇൻ ദ ഫോളോയിങ് ഓർഡർ. നമുക്ക് ഓർഡർ തന്നിട്ടുണ്ട്. ജഡ്ജ് 1, ജഡ്ജ് 2, ജഡ്ജ് 3. യൂസ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ടു ഡിസ്കസ് വിച്ച് പെയർ ഓഫ് ജഡ്ജ് ഹാവ് ദ നിയറസ്റ്റ് അപ്രോച്ച് ഇൻ ടേസ്റ്റ് ഇൻ ബ്യൂട്ടി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടല്ല കേട്ടോ ചെയ്യേണ്ടത്. ഞാൻ അവിടെ ഇക്വേഷൻ അവിടെ വെറുതെ എഴുതിയിട്ടതാണ്. വേറെ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ്. ഞാൻ ഓരോ ജഡ്ജിനും ജസ്റ്റ് ഒരു പേര് കൊടുക്കണ്ടേ, FST അങ്ങനെ ജസ്റ്റ് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. വെറുതെ ഏതെങ്കിലും ഒരു ആൽഫബറ്റ് കൊടുത്തതാണ്. ഇതന്നെ കൊടുക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ F എന്ന് എഴുതിയിട്ട് ഞാൻ ജഡ്ജ് 1ഉം S എന്ന് എഴുതിയിട്ട് ജഡ്ജ് 2ഉം എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഡി കാണണം. ഡി കാണാൻ അറിയാലോ. 3 - 1 അങ്ങനെ ഓരോന്ന് ചെയ്താൽ മതി. അതിൻ്റെ ഡി സ്ക്വയറും ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഡി സ്ക്വയർ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ടോട്ടലും കണ്ടിട്ടുണ്ട്. ഇനി അതേമാതിരി FSഉം കണ്ടു. ഇനി നമുക്ക് എസും ടിയും കാണാം. ഓക്കെ, എസ് ടിയും കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഡിയും കണ്ടിട്ടുണ്ട് കേട്ടോ. ഡി കണ്ടിട്ട് ഇനി ഡി സ്ക്വയറും കാണണം. ഓക്കെ, ഡി സ്ക്വയറും കണ്ടു. ഡിവൈഡ് ബൈ മീൻസ് എല്ലാവരും കൂടി ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ FSഉം കണ്ടു, എസും ടിയും കണ്ടു. നമുക്കിനി എഫും ടിയും കാണണം. ഓക്കെ, അതായത് ജഡ്ജ് 1ഉം ജഡ്ജ് 3യും കാണണം.
ഓക്കെ, അപ്പോൾ അത് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ ഡി സ്ക്വയർ നമുക്ക് 60 കിട്ടിയേക്കുന്നത്. ഇനി ഫസ്റ്റ് കേസ് നോക്കാം. എഫ് എസ്സിൻ്റെ ഫസ്റ്റ് കേസ് നോക്കിയിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഇക്വേഷനിലെ 1 - സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഡി സ്ക്വയർ നമുക്കറിയാം ആൻഡ് എന്നും അറിയാം. ഓരോന്നും ഇങ്ങനെ ചെയ്യണം കേട്ടോ. അല്ലാത്തതും സെക്കൻഡ് കേസ് ആയാലും തേർഡ് കേസ് ആയാലും നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിന് ഞാൻ ചെയ്തിട്ടുണ്ട്. n=10 ആണ് ഓരോ നമ്പേഴ്സ് തന്നെ, അപ്പോൾ 10 കിട്ടും. ഇനി 1 - 6 × 81 ആണ് നമ്മുടെ ഡി സ്ക്വയർ അല്ലേ. ഡി സ്ക്വയർ നമ്മൾ 81 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ബൈ 10 × 99. 99 വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 10 സ്ക്വയർ മൈനസ് 1 എന്ന് പറയുമ്പോൾ 10 × 100 - 1 = 99 ആണ്. അപ്പോൾ 10 × 99 990. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ല. അതേമാതിരി തന്നെ സെക്കൻഡ് കേസും നമ്മൾ ചെയ്യുക. അപ്പോൾ തേർഡ് കേസും ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഓരോന്നിൻ്റെയും കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വാല്യൂവിലാണ് കൂടുതൽ സിമിലാരിറ്റീസ് എന്ന് നോക്കാം. ഏതാണ് കോമൺ നോക്കാം. അപ്പോൾ 1ഉം 3 ആണ്. അതായത് നമ്മുടെ എഫും പിന്നെ ടിയും വെച്ച് യൂസ് ചെയ്ത് ജഡ്ജ് 1ഉം ജഡ്ജ് 3ഉം യൂസ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസറാണ് കുറച്ചും കൂടിയും സിമിലർ. ഓക്കെ, അപ്പോൾ നമ്മളത് അങ്ങനെ എഴുതി വയ്ക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് റിപ്പീറ്റഡ് ആയിട്ട് നമ്പേഴ്സ് വരുമ്പോൾ ഇക്വേഷനിൽ നമുക്ക് ഡി സ്ക്വയർ വേണം, പിന്നെ m³ - m ഒക്കെ വേണം കേട്ടോ. അപ്പോൾ ഡി സ്ക്വയർ കാണാനായിട്ട് റാങ്ക് ഓഫ് എക്സും റാങ്ക് ഓഫ് വൈയും നമ്മൾ ഫസ്റ്റ് തന്നെ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, റാങ്ക് ഓഫ് എക്സ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടോ. 64 രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുമാതിരി തന്നെ 75 രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ മാത്രമാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ വൈയിൽ നോക്കുകയാണെങ്കിൽ 68 രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. വേറെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് റാങ്ക് ഓഫ് എക്സ് കാണണം, പിന്നെ റാങ്ക് ഓഫ് വൈ കാണണം. എന്നാലേ നമുക്ക് ഡിയും ഡി സ്ക്വയറൊക്കെ കാണാൻ പറ്റും. ഇതെങ്ങനെ ഞാൻ ഫൈൻഡ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് എക്സിനകത്ത് ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ 18ൻ്റെ സൈഡിൽ 1 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഏറ്റവും വലിയ വാല്യൂ 75 ആണ് കേട്ടോ. 75ൻ്റെ രണ്ട് 75 ഉണ്ട്. ഫസ്റ്റത്തെ 75ൻ്റെ അവിടെ 2 ഇട്ട് കൊടുക്കുക. പിന്നത്തെ 75ൻ്റെ അവിടെ 3 ഇടാം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വലിയ വാല്യൂ എത്ര 68 ആണ്. അവിടെ 4 ഇട്ടു. പിന്നെ 64ൻ്റെ അവിടെ 5 ഇട്ടു. 64 രണ്ട് പ്രാവശ്യം ഉണ്ട്. ഓക്കെ, 64 രണ്ട് പ്രാവശ്യം ഉണ്ട്. 64 രണ്ട് പ്രാവശ്യം ഉണ്ട്. ഓക്കെ, 6 ഇട്ടു. പിന്നെ 7 ഇട്ടു. അങ്ങനെ ഓരോ വാല്യൂസിൻ്റെ അവിടെ ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഓരോ വാല്യൂസ് കറക്റ്റ് ഓർഡർ വൈസ് നോക്കിയിട്ട് ഇടണം കേട്ടോ, അല്ലെങ്കിൽ തെറ്റും. അതേമാതിരി തന്നെ വൈയിലും കാണണം. ഓക്കെ, വൈനകത്ത് നോക്കുമ്പോൾ ഏറ്റവും വലിയ വാല്യൂ ഏതാ 81 ആണ്. അവിടെ 1 ഇട്ടു. ഇനി വലിയ വാല്യൂ എന്ന് പറയുന്നത് ഓരോ വാല്യൂസ് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി. വീഡിയോ ഒരുപാട് ഡ്യൂറേഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്പീഡിൽ പറയണതും അതേമാതിരി ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഓരോ വാല്യൂസ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഓർഡർ വൈസിൽ. ഓക്കെ, നമുക്കിനി റാങ്ക് ഓഫ് എക്സ് കാണണം. എക്സ് കാണാൻ വേണ്ടിയിട്ട് ഓറഞ്ച് പെൻ കൊണ്ട് എഴുതിയിട്ടുണ്ട് ഞാനിവിടെ ഒരു വാല്യൂസ്. അത് നമ്മൾ എക്സിൻ്റെ അവിടെ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ 4 എഴുതിയിട്ടുണ്ട്. 68ൻ്റെ അടുത്ത് 4 ആണ്. നമ്മൾ വൈ നോക്കരുത്, വൈൻ്റെ വാല്യൂസ് അവിടെ കൊണ്ട് എഴുതരുത് കേട്ടോ, തെറ്റും. അപ്പോൾ 4 എഴുതാം. വൈ നോക്കരുത് കേട്ടോ, വൈ നോക്കരുത്, എക്സ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, എക്സിൻ്റെ അടിയിൽ എഴുതിയിരിക്കും 4. പിന്നെ 64ൻ്റെ അടുത്ത് 5 എഴുതിയിട്ടുണ്ട്. നമുക്ക് 64 എത്ര പ്രാവശ്യം ഉണ്ട്? 3 64 ഉണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ 2 പ്രാവശ്യമുള്ളൂ വിചാരിച്ചിട്ട് അങ്ങനെ കാൽക്കുലേറ്റർ എഴുതിയത്. പക്ഷേ 3 പ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ 5 പ്ലസ് പിന്നെ 6 പ്ലസ് അടുത്ത 64ൻ്റെ അടുത്ത് എഴുതിയിരിക്കുന്ന വാല്യൂവും കൂടി കൂട്ടുക. 7 ആണ്. ഓക്കെ, അതും കൂടി കൂട്ടുക. എന്നിട്ട് ഇത് 3 പ്രാവശ്യം ഡിവൈഡ് ചെയ്യാം. കാരണം ഇത് 3 നമ്പേഴ്സ് അല്ലേ. 5 + 6 + 7 3 ആണല്ലോ. ഡിവൈഡ് ബൈ 3 ചെയ്യാം. ഓക്കെ, നമുക്കത് ഡിവൈഡ് ബൈ 3 ചെയ്യാം. 5 + 6 + 7 = ഡിവൈഡ് ബൈ 3. അപ്പോൾ 6 കിട്ടി. 6 ആണ് നമ്മൾ റാങ്ക് ഓഫ് എക്സിനകത്ത് എഴുതേണ്ടത്. 64ന് നേരം മുഴുവൻ 6 മാത്രമേ എഴുതാൻ പാടുള്ളൂ കേട്ടോ. 64ന് നേരം മുഴുവൻ 6 മാത്രമേ എഴുതാം. പിന്നെ 75 2 പ്രാവശ്യം ഉണ്ട്. 2 + 3 ഡിവൈഡ് ബൈ 2. ഓക്കെ, അത് ചെയ്യാം നമുക്ക്. അപ്പോൾ 5/2 കിട്ടും. ഓക്കെ, 5/2 എന്താണെന്നറിയാലോ, അതുകൂടി എഴുതി കൊടുത്താൽ മതി. 2.5 അത് എഴുതാം.
64ൻ്റെ അടുത്ത് മുഴുവൻ 6 കണ്ടോ, 6 പിന്നെ എഴുതിയിട്ടുണ്ട്. അതേമാതിരി തെറ്റാതെ എഴുതണം. 75 വന്നപ്പോൾ 2.5, അതേമാതിരി തന്നെ 64 വരുമ്പോൾ 6 അങ്ങനെ എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇപ്പം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചാണ്. അവിടെ ഇപ്പോൾ 64ൻ്റെ അപ്പുറത്ത് 7 ആണല്ലോ, പിന്നെ എന്തുകൊണ്ട് 6 എഴുതി. അപ്പോൾ നമ്മൾ എന്താ 5 + 6 + 7/3 ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആ 64 വരുന്ന സ്ഥലത്ത് മുഴുവൻ 6 എഴുതിയത്. കാരണം അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 6 ആണ് നമുക്ക് കിട്ടിയ വാല്യൂ അല്ലേ. അതേമാതിരി തന്നെ 75 ഞാൻ കാണിക്കാം. 75 കാണിക്കുകയാണെങ്കിൽ 75 നമ്മൾ 2 + എത്രയാണ് ചെയ്തത്, 3, 2 + 3 / 2 ചെയ്തപ്പോൾ നമുക്ക് 2.5 ആണ് കിട്ടിയത്. 75ൻ്റെ നേരെ 2.5 ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ വേറെ സ്കെച്ചൊക്കെ യൂസ് ചെയ്ത് കാണിച്ചെന്നുള്ളൂ. ഇനി ഡൗട്ട് ആവാണ്ട് കേട്ടോ. ഓക്കെ, റാങ്ക് ഓഫ് വൈ ഇതേമാതിരി തന്നെ എക്സ് നമ്മൾ റാങ്ക് ഓഫ് എക്സിൽ എഴുതിയ മാതിരി തന്നെ റാങ്ക് ഓഫ് വൈയിലും നമ്മൾ ഈ വാല്യൂസ് എഴുതി കൊടുക്കുക. ഈ ഓറഞ്ച് പെൻ കൊണ്ട് എഴുതിയിരിക്കുന്ന വാല്യൂസില്ലേ, അത് എഴുതാം. അതിന് മുന്നേ 68 നമുക്ക് എത്ര പ്രാവശ്യം, 2 പ്രാവശ്യം റിപ്പീറ്റാണ്. 3 + 4 / 2 7/2 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര 3.5 കിട്ടും. ഫസ്റ്റ് തന്നെ ആ വാല്യൂസ് എഴുതി കൊടുക്കണ്ട നമുക്ക്, അല്ലെങ്കിൽ ഇനി തെറ്റുണ്ടല്ലോ. ഓക്കെ, അതിന് നേരായിട്ട് 3.5 എഴുതി കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ഓർഡർ വൈസ് എഴുതാം. 1 അവിടെയാണ്, 181ൻ്റെ അവിടെയാണ് 1. ഓക്കെ, അപ്പോൾ അതിൻ്റെ അവിടെ 1 എഴുതാം. ഇനി 2 70യുടെ അവിടെ 3 നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, കാരണം 3.5 ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും എഴുതി കൊടുക്കണേ. ഓക്കെ, അത് എഴുതി കഴിഞ്ഞാൽ ഡി കാണണം, d² കാണണം. ഡി കാണാൻ പറയുമ്പോൾ അറിയാലോ, 4 - 5 അതേമാതിരി 6 - 7 അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് അങ്ങോട്ട് എഴുതി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് എഴുതി കഴിഞ്ഞാൽ d² കാണണം കേട്ടോ. അപ്പോൾ 1² എന്ന് പറയുമ്പോൾ 1, അങ്ങനെ ഓരോന്ന് ചെയ്യാം. 5² 25 ആണ്. ഓക്കെ, 25 1 1 0 4² 60. ഇനി അതിൻ്റെ ടോട്ടൽ കാണുമ്പോൾ 72 ആയിരിക്കും കിട്ടുക. അത് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിക്കോ. 72 ആണ് കിട്ടുക. ഓക്കെ, നമുക്ക് m³ - m കാണണം. m³ - m എങ്ങനെ കാണാം, d² നമ്മൾ ഓൾറെഡി കണ്ടു. m³ - m ആണ് നമുക്ക് ഇനി അടുത്തതായിട്ട് കാണാനുള്ളത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി വേറെ സ്കെച്ചിലൊക്കെ എഴുതിയൊക്കെ ഉണ്ട് കേട്ടോ, m³ - m. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ 75 ഉണ്ട്, 64 ഉണ്ട്. 75 എത്ര പ്രാവശ്യം ഉണ്ട്, 2 പ്രാവശ്യമാണ്, 2 ടൈംസ് ആണ് റിപ്പീറ്റഡ് ആയിട്ടുള്ളത്. അതേമാതിരി തന്നെ 64 ആണ് നോക്കുകയാണെങ്കിൽ 3 ടൈംസ് റിപ്പീറ്റഡ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ എഴുതി വെക്കുന്നുണ്ട്, 3 ടൈംസ് ആണ് റിപ്പീറ്റഡ്. അതേമാതിരി റാങ്ക് ഓഫ് വൈയിൽ ഇനി നോക്കാം. 68 ആണ്, 2 പ്രാവശ്യം റിപ്പീറ്റഡ് ആണ്. ഓക്കെ, നമ്മൾ m³ - m എന്നുള്ള ഇക്വേഷനിൽ ഈ ഓരോ വാല്യൂസ് ഇല്ലേ, എത്ര ടൈംസ് ആണെന്നുള്ള വാല്യൂസ് ഇട്ട് കൊടുക്കാം. 2³ - 2 m³ - mൻ്റെ വാല്യൂ അവിടെ ഇട്ട് കൊടുക്കാം. ഇനി 3³ - 3 + 2³ - 2. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും, 36 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, കാൽക്കുലേറ്റർ അടിച്ച് നോക്കി കഴിഞ്ഞാൽ കിട്ടും, കണ്ടോ 36 കിട്ടും. ഓക്കെ, n എത്രയായിരിക്കും, n 10 ആണ്. ഓരോ നമ്പേഴ്സ് ആ ഡിക്ക് എണ്ണി നോക്കിയാൽ മതി കേട്ടോ. എത്ര നമ്പേഴ്സ് ഓഫ് ഒബ്സർവേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്, അതാണ് n. n = 10. ഇനി ഞാൻ ആ ഇക്വേഷൻ ഇവിടെ ഒന്നും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷനിൽ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കാം. നമുക്കറിയാം d² 72 ആണ്, 72 ഇട്ട് കൊടുക്കാം. അതേമാതിരി m³ - m എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണ്, 36 അല്ലേ ഫൈൻഡ് ചെയ്തത്, 36 ഇടാം. അതേമാതിരി /12 എന്നിട്ട് n² × n² - 1 10 × 10² - 1 അങ്ങനെ ചെയ്യാം. ഇനി ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി 1 - 6 ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാം. 72 + 36 / 12 / 10 × 100 - 1. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിക്കുന്നത്. 1 - 6 ഇനി 72 + 36 / 12 നമ്മൾ ഡിവൈഡ് ചെയ്യണം കേട്ടോ. അടുത്ത സ്റ്റെപ്പിൽ കാണിക്കാം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാനതാണ് കാണിക്കുന്നത്. 100 - 1 ചെയ്യുമ്പോൾ 99, അതുപോലെ 10 × 99 ചെയ്യുമ്പോൾ 990 കിട്ടും.
36 ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും കേട്ടോ. അപ്പോൾ 72 + 3 75 ഡിവൈഡ് ബൈ 990 അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 - 6 × 75 ഡിവൈഡ് ബൈ 990. 75 ഡിവൈഡ് ബൈ 990 നമുക്ക് ചെയ്യണം. ഓക്കെ, അതിന് മുന്നേ 6 × 75 ചെയ്യാം കേട്ടോ. 6 × 75 = 450. ഓക്കെ, അപ്പോൾ 1 - 450 ഡിവൈഡ് ബൈ 990 അത് ചെയ്യാം. അപ്പോൾ 450 ഡിവൈഡ് ബൈ 990 എങ്ങനെ കാൽക്കുലേറ്ററിൽ ചെയ്യാമെന്ന് കാണിക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ 450 അടിക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് AB ഡിവൈഡ് ബൈ C എന്ന് പറയുന്ന ഒരു ഐക്കൺ അമർത്തിയിട്ട് 919 ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 5 ഡിവൈഡ് ബൈ 11 എന്ന് കാണിക്കുന്നുണ്ട്, അത് നമ്മൾ എഴുതി കൊടുക്കാം. 1 - 5 ഡിവൈഡ് ബൈ 11 അപ്പോൾ നമുക്ക് കിട്ടും 6/11 = 0.5454. ഇതാണ് ആൻസർ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.